ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വിയന്ന സിറ്റി പാർക്കിലെ കാഴ്ചകളാണ്. ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഡോണൌവീപ് ചെൻബ്രൂന്നൻ വിയന്ന സിറ്റി പാർക്കിലെ ആദ്യത്തെ ഫിഗറൽ അലങ്കാരമായി ഇത് അനാച്ഛാദനം ചെയ്തു. ഈ ദേശീയോദ്യാനത്തിലെ 6 ജലധാരകളിലൊന്നാണിത്. കാർസ്റ്റ് ചുണ്ണാമ്പുകൾ കൊണ്ട് നിർമ്മിച്ച ഒരു ശിലാനിര ഘടിപ്പിച്ച 4 വൃത്താകൃതിയിലുള്ള ഫൗണ്ടൻ പാത്രങ്ങൾ, ഗാർഗോയിലുകൾ പോലെ ഹെഡ് മാസ്കുകൾ എന്നിവ അടങ്ങിയതാണ് ഡോണൌവീപ് ചെൻബ്രൂന്നൻ. മത്സ്യത്തൊഴിലാളികളെ സഹായിക്കുകയോ ഡാന്യൂബ് വെള്ളപ്പൊക്കത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയോ ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന ഒരു പുരാണ വ്യക്തിയായ ഡാന്യൂബ് സ്ത്രീയുടെ രൂപം ശിലാനിരയുടെ മുകളിലുണ്ട്. അവരുടെ കാൽക്കൽ വിയന്നയുടെ കോട്ടുള്ള ഒരു ചെറിയ കവചമുണ്ട്. നമ്മളിപ്പോൾ രണ്ടാമത് കാണുന്നത് ജോഹാൻ സ്ട്രോസ് സ്മാരകം. വിയന്നയിലെ ഏറ്റവും പ്രശസ്തമായ ഫോട്ടോഗ്രാഫിക് വിഷയമാണ് എഡ്മണ്ട് ഹെൽമറിൻ്റെ സ്വർണ്ണ സ്ട്രോസ് സ്മാരകം. 1921 ഈ പ്രതിമ സ്ഥാപിച്ചത്. വിയന്നയിലെ സ്റ്റാഡ് പാർക്കിൻ്റെ മധ്യത്തിൽ സംഗീത നഗരത്തെ മറ്റെന്തിനേക്കാളും മികച്ചതായി പ്രതീകപ്പെടുത്തുന്ന വിയന്നയിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നായി ഇത് നിലകൊള്ളുന്നു. ശില്പി എഡ്മണ്ട് ഹെൽമറിൻ്റെ സ്വർണ്ണ സ്ട്രോസ് സ്മാരകം ലോകം സങ്കല്പിക്കുന്നത് പോലെ സംഗീത സംവിധായകനെ സ്ട്രോസ് സ്മാരകം ചിത്രീകരിക്കുന്നു. വയലിൻ വായിക്കുന്ന വാൾസ് രാജാവ് തൻ്റെ ഓർക്കസ്ട്രയുടെ മുന്നിൽ നിൽക്കുന്നു. എന്നിരുന്നാലും തിളങ്ങുന്നതെല്ലാം സ്വർണ്ണമല്ല. പ്രതിമയുടെ കാമ്പ് വെങ്കലം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് പുറത്തു സ്വർണം പൂശിയതാണ്. അതിന് താഴെ ഒരു ലിഖിത ഫലകമുണ്ട്. പിന്നിൽ ഇലകൾ കൊണ്ട് അലങ്കരിച്ച ഒരു മാർബിൾ കമാനവുമുണ്ട്. സ്ട്രോസിൻ്റെ മരണത്തിന് 22 വർഷങ്ങൾക്ക് ശേഷം അനാച്ഛാദനം ചെയ്യുന്നു. 1904 സ്ഥാപിതമായ ജോഹാൻ സ്ട്രോസ് സ്മാരക സമിതിയുടെ മുൻകൈയിൽ ജോഹാൻ സ്ട്രോസിൻ്റെ മരണശേഷം ഈ സ്മാരകം സ്ഥാപിച്ചു. നിരവധി കച്ചേരികളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് സ്മാരകത്തിന് ധനസഹായം നൽകാൻ കമ്മിറ്റി പദ്ധതിയിട്ടു. എന്നിരുന്നാലും 1-ാം ലോകമഹായുദ്ധം കാരണം സ്മാരകത്തിനുള്ള ധനസഹായം ബുദ്ധിമുട്ടായി തീർന്നു. സ്റ്റാഡ് പാർക്കിൽ ജോഹാൻ സ്ട്രോസിൻ്റെ പ്രതിമയുടെ നിർമ്മാണം വൈകി. വിയന്ന സിറ്റി കൗൺസിൽ പിന്തുണ വാഗ്ദാനം ചെയ്തതിനു ശേഷം മാത്രമാണ് 1921 ജൂൺ 21 സ്മാരകം സ്ഥാപിക്കുകയും അനാച്ഛാദനം ചെയ്യുകയും ചെയ്തത്. അനാച്ഛാദന ചടങ്ങിൽ വിയന്ന ഫിൽഹാർമോണിക് ജോഹാൻ സ്ട്രോസിൻ്റെ വാൾസ് ഓൺ ദി ബ്യൂട്ടിഫുൾ ബ്ലൂ ഡാന്യൂബ് അവതരിപ്പിച്ചു. 1825 മുതൽ 1899 വരെ ജീവിച്ചിരുന്ന ജോഹാൻ സ്ട്രോസ് രണ്ടാമൻ ബോൾറൂം സംഗീതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ അദ്ദേഹത്തെ വാൾസ് രാജാവായി കണക്കാക്കപ്പെടുന്നു. ഡൈ ഫ്ലൈഡർമൗസ്, ഡെർസി ഗ്യൂണർ ബെറോൺ എന്നിവയുൾപ്പെടെ ഇന്നും അവതരിക്കപ്പെടുന്ന ഓപ്പറകൾക്ക് അദ്ദേഹം സംഗീതം നൽകി. അടുത്തത് വിയന്ന സ്റ്റേറ്റ് ഓപ്പറ. വിയന്ന സ്റ്റേറ്റ് ഓപ്പറ വൈവിധ്യമാർന്ന ഓപ്പറകളും ബാലെ വർക്കുകളും വാഗ്ദാനം ചെയ്യുന്നു. ഓപ്പറയിലെ ഏറ്റവും അറിയപ്പെടുന്ന പേരുകൾ മാന്ത്രിക നിമിഷങ്ങൾ സൃഷ്ടിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശേഖരമുള്ള ഓപ്പറ ഹൗസിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഓപ്പറ വിലാസങ്ങളിലൊന്നാണ് വിയന്ന സ്റ്റേറ്റ് ഓപ്പറ. ഏറ്റവും ഉയർന്ന നിലവാരമുള്ള 1-ാം തരം പ്രൊഡക്ഷനുകളും എല്ലാ ദിവസവും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമും ഉണ്ട്. വിയന്ന സ്റ്റേറ്റ് ബാലെ ഒരു സീസണിൽ ഏകദേശം 50 ഓപ്പറകളും ബാലെ വർക്കുകളും നൃത്തം ചെയ്യുന്നു. ഓപ്പറ പ്രോഗ്രാമിൻ്റെ വൈവിധ്യം ലോകത്തെവിടെയും സമാനതകളില്ലാത്തതാണ്. നമ്മൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങുകയാണ്. വിയന്നയിലെ കാസിനോകളും അതുപോലെ തന്നെ ഷോപ്പിംഗ് ഏരിയകളിലൊക്കെയാണ് നമ്മളിനി കറങ്ങി നടക്കുന്നത്. ഷോപ്പിംഗ് സെൻ്ററാണ്. ആൾക്കാരെല്ലാം ഷോപ്പിങ്ങും കറക്കമായിട്ടിങ്ങനെ നടക്കുന്നുണ്ട്. ഇതൊരു ചെറിയ വീഡിയോ ആണ്.
ഏകദേശം 5 മിനിറ്റ് മിച്ചമേ ഉള്ളൂ. നിങ്ങൾ ബെനീസ് വ്ലോഗ്സ് ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ഈ വിയന്നയിലെ മറ്റു കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.